മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും വാമദേവനും കൂടി കണ്ണനെ കൊല്ലാനായിട്ട് മാർക്കോനെ ഏർപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോനോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രതാപൻ. എന്നിട്ട് മാർക്കോനോട് പറയുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നീ നടത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നെല്ലാം പറയുകയാണ് മാർക്കോനോട്. അതിനുശേഷം മാർക്കോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടെല്ലാം അറിഞ്ഞ ശേഷം അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് പ്രതാപനാണ് കരുണയെ കാണാനായിട്ട് കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അന്നേരം കരുണ ഓടി വന്ന് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ പേരിലോട്ട് ഈ വീടിൻ്റെ പകുതി സ്വത്തും എഴുതി വെക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. ഇനി എന്ത് ചെയ്യും അച്ഛാ, ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മോൾ സമാധാനമായിട്ടിരിക്കുക, അച്ഛൻ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഉണ്ണിയോടും കരുണയോടും പ്രതാപം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ മാർക്കോയാണ് കാണിക്കുന്നത്. അങ്ങനെ മാർക്കോ പിന്നെ വാമദേവനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, പ്രതാപൻ സാറിനെ വിളിക്കാനൊരു മടി കാരണമാണ് ഞാൻ വിളിച്ചത്. എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് എത്താൻ പറയുന്നുണ്ട് വാമദേവനോട്. അന്നേരം വാമദേവൻ ചോദിക്കും എന്താ കാര്യമെന്നപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതാപനോടും വിളിച്ചു പറയുകയാണ് നമ്മുടെ മാർക്കോ, എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് എത്തണം, വാമദേവൻ സാർ ഇവിടെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് സന്തോഷത്തോടുകൂടി ഇവർ രണ്ടുപേരും മാർക്കോ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഇവരോട് മാർക്കോ പറയുന്നുണ്ട്, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വാമദേവനും പ്രതാപനും സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അവരുടെ ചതഞ്ഞെറിഞ്ഞ ശവശരീരങ്ങൾ എനിക്ക് കാണണമെന്ന് പ്രതാപനും വാമദേവനും പറയുന്നു. എന്നാലേ എൻ്റെ മോൾക്ക് സമാധാനമായിട്ടുള്ള, എൻ്റെ മോൾ ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയും, ഇനി കുറച്ച് നാളെ ജയിലിൽ കിടന്ന് സമാധാനിക്കാം എന്ന് പറയുന്നുണ്ട് കണ്ണൻ. അപ്പോഴേക്കും കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ട ഇവർ രണ്ടുപേരും പകച്ചു നിൽക്കുകയാണ്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാതെ. അതിനുശേഷം പ്രതാപനെയും വാമദേവനെയും കൂടെ മാർക്കോ കണക്കിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും എങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഇവരെയും ഉപദ്രവിക്കുന്നൊക്കെ മാർക്കോ. അതിനുശേഷം ഉണ്ണിയോട് വിളിച്ച് പറയുന്നുണ്ട്, അമ്മായിച്ചനെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കിടന്ന് ആൾ ചത്തുപോകുമെന്നൊക്കെ പറയുന്നുണ്ട് മാർക്കോ. അങ്ങനെ കണ്ണൻ്റെ ഓരോരോ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ തീരുമാനിക്കുന്നുണ്ട്, മാർക്കോനെ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരാളായിട്ട് കൂടെ കൂട്ടണമെന്നും ആപത്തുകളിൽ നിന്നെല്ലാം നമ്മളെ മാർക്കോ പലവട്ടം രക്ഷിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാർക്കോനെ നമ്മുടെ കൂടെ ജീവിതത്തിൽ ഒരു ആളായിട്ട് കൂടെ നിർത്തണമെന്നൊക്കെ മഹി കണ്ണനോട് പറയുന്നുണ്ട്. അതനുസരിച്ച് കണ്ണൻ പറയുന്നുണ്ട്, അതിനെന്താണ്, നമുക്ക് മാർക്കോനെ നമ്മുടെ കൂട്ടത്തിലൊരാളായിട്ട് കരുതാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.